സൂംബ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത എന്താണ്? അതില് സാംസ്കാരിക വിരുദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ചില തുള്ളലുകൾ, പാടലുകൾ, അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ. ഇങ്ങോട്ട് വന്നേ നീ. ഒരു സംഗീതം ഏത് തരത്തിലാണ് മനുഷ്യന് സാംസ്കാരികമായ തെറ്റായി മാറുന്നത്? നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത്? വ്യായാമം ഏത് തരത്തിലാണ് സാംസ്കാരികമായ പിഴവായി മാറുന്നത്? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? പൊതു സ്കൂളുകളിലേക്ക് ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും. പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോ വ്യായാമം ഓക്കെയാണ്, വ്യായാമത്തിന് എല്ലാവരും അനുകൂലമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. താങ്കളിപ്പോ സ്ട്രോൻ അടിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യായാമം പാടില്ല, അത് സംസ്കാരത്തിനെതിരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. മറ്റ് എലമെന്റുകൾ, ഇതിലുള്ള മറ്റ് എലമെന്റുകൾ ഏതെങ്കിലും വിഭാഗത്തിന് അതിൽ ആ എലമെന്റ് ഏതാന്ന് കൂടി ഒന്ന് പറയാമോ? ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ് എന്ന് പറയാമോ? ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിന് നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. അല്ല, എലമെന്റ് എന്താണ്? എലമെന്റ് എന്താണ്? അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടലുകൾ, മിക്സിങ്, ഫ്രീ മിക്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഈ മിക്സിംഗ് ആണ്, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നം, അല്ലേ? അതൊരു പ്രശ്നമാണ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. തീർച്ചയായും പ്രശ്നം. അതൊരു പ്രശ്നമാണോ? അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ? അതൊരു പ്രശ്നമാണ്. അത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞത് പ്രശ്നമാണ് തന്നെയല്ലേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ശ്രീ ഹിലാൽ, ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത്. താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത്? താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത്? താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ? ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ ഞാൻ വേണത് കാണിക്കാം. പുസ്തകത്തിൽ കാണിച്ചിട്ടുള്ള പിക്ചറിലടക്കം കാണിക്കുന്നത് അല്പവസ്ത്രധാരിയായിട്ടുള്ള സ്ത്രീകളെ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായി പറഞ്ഞത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കൾച്ചർ ഞങ്ങൾ എന്തായാലും എംബ്രേസ് ചെയ്യാൻ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി നിന്നുകൊണ്ടാണ് ഈ അല്പവസ്ത്രത്തെ കുറിച്ചൊക്കെ താങ്കൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നതാണ്. താങ്കളെങ്കിലും സമൂഹത്തോട് പറയണ്ടേ, ശരിക്ക് ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിഡ്ഢിത്തം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. സ്ത്രീയും പുരുഷനും എന്നതിനെ ശാരീരികമായി തിരിച്ചറിയൂ. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരന്തരവുമില്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കായികക്ഷമത കൂടുതലോ കുറവോ ഒന്നുമില്ല. താങ്കൾ പറയുന്നത് അബദ്ധമാണ്. ശ്രീ ആരിഫ്, യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ ബേസിക്കായ പ്രശ്നം? ബേസിക്കായ പ്രശ്നം ഇസ്ലാം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരി, ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയിൽ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട്, അത് ഞാൻ വേറെ വെച്ചത്. നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞ മണ്ടത്തിന് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. ഇവര് പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അല്പവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത്? ഇവരുടെ തന്നെ ലോജിക്ക് എന്താണ്? പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി, ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക്. അപ്പൊ ഇസ്ലാമാണ് താലിബാൻ പറയുന്നത്, താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ ഇരുന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ ഇസ്ലാം? അപ്പൊ ഈ പറയുന്നത് താലിബാനിസമാണ്. പോയിന്റ് നമ്പർ 1. ഇനി അടുത്തത് പറഞ്ഞു മിക്സിംഗ്. നിങ്ങളൊന്ന് സമാധാനിക്കോ പൊന്നു ഹിലാലെ, നിങ്ങൾ പറയുന്ന മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. ക്ഷമ കൈക്കൊള്ളൂ, അസ്വബ്രിൻ ഇസ്ഫുൽ ഈമാൻ, ക്ഷമ കൈക്കൊള്ളൂ. ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് പ്രശ്നമാകും. അത് നമ്മൾ ചർച്ച ചെയ്യും, അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇവിടെ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത്? ഇവിടെ ഈ പറയുന്ന കുറച്ച് ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ? ഇല്ലല്ലോ. കോമാളി വേഷം കെട്ടി വന്നിരിക്കുക. അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ്? ഈ മതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റേതാണെന്ന് പറയുന്നത്. അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ്? പർദ്ദയിടണം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പർദ്ദയിടണം, ഇതാണ് അവരുടെ ധാർമ്മികത. അപ്പൊ പടച്ചോൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു, പടച്ചോൻ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും, ഇതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് അത്രേ ഉള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ നിങ്ങളൊന്ന് സമാധാനിക്കൂ. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ മിസ്റ്റർ ഹിലാൽ, ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്രുൻ ഇസ്ഫുൽ ഈമാൻ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ
ഏതൊരു വിഷയത്തിലും മതം കുത്തിത്തിരിക്കുന്ന പരിപാടി അത് ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട്. അതിന് ഇത്തരത്തിലുള്ള പുഴുക്കുത്തകളെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിരിക്കണം. ഈ പറയുന്ന സൂംബ ഡാൻസ് എന്നല്ല, എന്ത് തന്നെ ആയാലും സ്കൂൾ സമയമാറ്റമായാലും ശരി, യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയമായാലും ഏതിലും മതം തിരികൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ വെച്ചുകൊണ്ട് ഇത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അവരുടെ ഏതെങ്കിലും ഉന്നതിയെ പോലും തടയുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പോലെ എതിരെ നിന്നിരുന്ന ആളുകളാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്ക് നാണക്കേടാവുമ്പോൾ അവർ പല ന്യായങ്ങളും നിരത്തും. ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയും, ഈ പറയുന്ന ശാസ്ത്രീയ പഠനത്തെ കുറിച്ച് പറയും. അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ സമ്മതിക്കും അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒപ്പനയാണ് കളിക്കണമെന്ന് വിചാരിക്കാം, നിങ്ങൾ സമ്മതിക്കും. മ്യൂസിക് ഹറാമാണെന്ന് പറയും. പ്രസംഗിച്ച് നടന്ന ആളാണ് ഇവിടുത്തെ മുജാഹിദ് ബാലിശ്ശേരി. ഈ പറയുന്ന യേശുദാസിന് പാട്ട് കേട്ടാൽ ആരെങ്കിലും നന്നാവുമോ എന്ന് പച്ചയ്ക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മ്യൂസിക് പോലും ഹറാമാക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഈ വിസ്ഡം തീവ്രവാദികളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നയിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. മതം വിലക്കുന്ന ഒന്നും പാടില്ല എന്നതാണോ താങ്കൾ പച്ചയായി പറയുന്നത്? സ്വാഭാവികമായിട്ടും മതം വിലക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാ മതവിശ്വാസികളും അങ്ങനെ തന്നെ. അല്ല, അങ്ങനെയെങ്കിൽ ഇതെല്ലാ മതവിഭാഗവും തീരുമാനമെടുത്താൽ ഹിന്ദുക്കളായ കുട്ടികൾ ഹിന്ദു മതം അനുശാസിക്കുന്നതനുസരിച്ച് വേണം പഠിക്കാൻ. ഇസ്ലാം വിദ്യാർത്ഥികൾ ഇസ്ലാം, ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഈ വിധത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താങ്കൾ പറയുന്നത്? അതല്ല ഉദ്ദേശം. ആ രൂപത്തിൽ ടിസ്റ്റ് ചെയ്യുന്നത് ആ രൂപത്തിൽ കാണണം. കാരണം ഇത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു വിഷയത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഒന്നിന്മേലാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താ ഇവർക്ക് ഇത്ര ഇൻടോളറൻസ് എന്താണ്? പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ ഗ്രീൻ ഷർട്ട് ഇട്ട ആള്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകൾ എത്ര അൺപാർലമെന്ററി ആയ വാക്ക് പറഞ്ഞിട്ട് അഭിലാഷയിൽ ഇടപെട്ടു. എന്തായിരുന്നു അൺപാർലമെന്ററി? എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എന്റെ വ്യാകുല മാതാവ് എന്നെ പറയൂ, ഞാൻ തിരുത്താം. പറഞ്ഞാൽ തിരുത്താം. ഏതാണ് വാക്കെന്ന് പറഞ്ഞ് ഞാൻ തിരുത്താം. ഞാൻ പറയുന്നില്ല, എന്റെ മാന്യത ശ്രദ്ധിക്കുന്നില്ല. അല്ല, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയാമെങ്കിൽ സ്വാഭാവികമായും, അതായത് മലയാള ഭാഷയിൽ താങ്കളെ ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചതോ ഈ ചാനലിൽ ഈ ഡിസ്കഷൻ പാനലിൽ ആരെ അപമാനിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇതെന്തിനാണ് ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അല്ല, വളഞ്ഞൊന്നുമല്ല. ഇപ്പോൾ മുഹമ്മദ് അമീർ കൃത്യമായി പറഞ്ഞു, മതം അനുശാസിക്കാത്തത് കൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. അതെ, അത് കുത്തി ചോദിച്ചപ്പോഴാണല്ലോ പറയുന്നത്. ഇതിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം ഇസ്ലാമാണ്. ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. ഇത് ആ പറയുന്ന അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ കുട്ടികളെ ഇതിനകത്ത് അനുവദിക്കാതിരിക്കുന്നതിലെ ആ ഒരു ഫ്രീഡം, ആ ചോയ്സ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അദ്ദേഹം ഇവിടെ അതിനെ വിശേഷിപ്പിച്ചത് അല്പവസ്ത്രധാരികളുടെ തുള്ളൽ എന്ന് പറയുന്നു. അതേപോലെ മറ്റേ ഒരാള് ഫൈസി പറഞ്ഞത് ഇതിനെ ആഭാസം. ഇതെന്താ ഇത് ചെയ്യുന്ന ഇത്തരം ഈ പറയുന്ന മോഡസ്റ്റിയും ഈ മത കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം തീട്ടൂരങ്ങളും ഇല്ലാത്ത മറ്റ് വിശ്വാസികളല്ലാത്ത ആളുകളില്ലേ? അവരെ ഇത് അവഹേളിക്കലല്ലേ? ഇത് അവർക്ക് ഇത് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ ഈ പറയുന്ന ആഭാസം കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് വിളിക്കുന്നതിന് തുല്യമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. നിങ്ങൾ ഈ പറഞ്ഞതിലെ ഈ പൊള്ളത്തരം, ഈ പറയുന്ന പ്രശ്നമാണ് ഇവിടെ പിടികൂടിയിരിക്കുന്നത്. അതിന് നിങ്ങൾ മറ പിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇത് വെളുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പ്രശ്നം ഇസ്ലാം തന്നെയാണ്. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. പിന്നെ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ ഒരാൾ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ അൺപാർലമെന്ററി വേർഡ്സ് പറഞ്ഞു എന്ന് മുഹമ്മദ് അമീർ പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരുണ്ടാവില്ല, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വന്ന കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സാധാരണ താങ്കൾ ഈ അൺപാർലമെന്ററിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്റെ ഒരു സംശയമുണ്ട്. ഈ ടി.കെ. അഷ്റഫ് പറഞ്ഞ ഭാഷ എങ്ങനെയുണ്ട്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ടി.കെ. അഷ്റഫ് പറഞ്ഞത് എന്താണ്? ആ വാചകം നിങ്ങൾ വായിക്കും. ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നു. ആ ഒരു അധ്യാപകന്റെ ഭാഷാ രീതി എങ്ങനെയുണ്ട് താങ്കളുടെ ഒരു മാർക്കിടയിൽ? ഫൈസി പറഞ്ഞത് ആഭാസം എന്നാണ്. ഒരു വിഷയത്തിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ആഭാസം ഇന്നൊരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ആൺ പെൺ തുള്ളലുകൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് എന്ന് എനിക്ക് ചോദിക്കേണ്ടത്. അല്ല, ഈ മറ്റുള്ള അങ്ങനെ തുള്ളുന്നവരെയൊക്കെ ഒരു തരം അധിക്ഷേപിക്കലല്ലേ? അതിലെ ഒരു
ആഭാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുള്ളുന്ന വിഭാഗങ്ങൾ ഉണ്ടാകും. അൺപാർലമെന്ററി എങ്കിൽ ഇതൊരു അൺപാർലമെന്ററി ഇല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഇടയ്ക്ക് താങ്കൾ കൈ ഉയർത്തിയിരുന്നു. അതിവിടെ മീശല്ലാതെ താടി വെച്ചിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയണത്. ഞാനിവിടെ അയാളുടെ പേര് പറഞ്ഞേക്കാം. നമുക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള പ്രയോഗം നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് അല്ലെന്നേ ആ സ്പിരിറ്റിൽ എടുക്കൂ. പച്ച ഷർട്ട് എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങനെ വിളിക്കുള്ളൂ. എനിക്കിട്ട് വേല ഇറക്കിയ അന്ന് നിന്റെ അടപ്പ് ഞാൻ അപ്പൊ ഇവിടെ മോഡസ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ വലിയ കൊണാണ്ടർ ആണെന്ന്. ഇത് അതൊന്നുമല്ല. ഇത് ഇസ്ലാമിൽ പറയുന്ന ഹയാ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ഡോക്ട്രിനാണ്. ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതെല്ലാം ഈ പുരുഷന്മാർ തീരുമാനിച്ചൊന്നും കൂടിയാണല്ലോ ശ്രീ ആരിഫ്. യെസ്. അപ്പൊ ഇവിടെ വലിയൊരു ചോദ്യം, സ്ത്രീകൾക്ക് തീരുമാനിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയുള്ളൂ, ഒറ്റ വാചകം. അതായത് ഇവിടെ സൂംബ എന്നൊരു സാമ്പ ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വലിയൊരു യമണ്ടൻ ചോദ്യം കൊണ്ടുവന്നു. അതായത് സാമ്പയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന്. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, സൂംബയാണെങ്കിലും ഈ പറയുന്ന സ്ത്രീകൾ പെൺകുട്ടികളും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ നിങ്ങൾ ഈ മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞു വരല്ലേ? മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. ഇനി ഇടകലരുന്നതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മദ്രസയിൽ നടക്കുന്ന ഇടകലരലും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഈ പെഞ്ച് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് ആദ്യം നിങ്ങളൊരു ഒരു പരിഹാരം ഉണ്ടാക്കുക. ഓരോ മാസം ഇവിടെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഒരു മാസം മിനിമം 5-6 കുട്ടികളെയാണ് ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കണക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, പത്രത്തിൽ വന്നത് മാത്രം. അപ്പൊ നിങ്ങൾ ഈ ഇടകലരുന്നോണ്ടുള്ള പ്രശ്നം, അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. മദ്രസയിൽ ഉസ്താദുമാരാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത്. എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങളായിട്ടൊക്കെ എഴുന്നള്ളിച്ച് വരുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുണ്ടെങ്കിൽ ഇത് അൺപാർലമെന്ററി ഒന്നല്ല. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അതായത് ഇതിൽ കൃത്യമായിട്ട് മതമാണ് ഇവരുടെ പ്രശ്നം. ആ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് അത് പിടിക്കപ്പെട്ടപ്പോൾ ആഭാസം എന്ന് വിളിച്ചപ്പോൾ, അതേപോലെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ, അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളെ തുള്ളാട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആ ഒരു സംഗതിയെ ഇന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത് ഈ മതത്തിന്റെ നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാനാണ്. ഇതിനെ അനുവദിക്കാൻ പാടില്ല, തുറന്ന് എതിർത്തിരിക്കണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന എന്താണ്? ഹിജറ പോവുക, പാകിസ്ഥാനിലേക്ക് പോവുക. ഇത് സംഘി പറയണല്ല, ഈ പറയുന്ന ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നതാണ് ഹിജറ പോവുക. അല്ല, അതെ, എന്തൊക്കെയോ പറയാൻ. നമ്മൾ വിഷയത്തിലേക്ക് വരൂ. വിഷയം തന്നെയാണ് ഈ പറയുന്നത്. ഇസ്ലാമാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ തന്നെ പറഞ്ഞു മോഡസ്റ്റി എന്ന് പറയുന്നത് ഹയാ, അത് ഇസ്ലാമിലെ വിഷയമാണ്. നിങ്ങൾ പറയുന്നു അല്പവസ്ത്രം, അതിൽ ഇസ്ലാമിലെ പരിഹാരം എന്താണ്? പർദ. നിങ്ങൾ പറയുന്നു ആൺ പെൺ മിക്സിംഗ്, അതിന് ഇസ്ലാമിലെ പരിഹാരം എന്താണ്? ഈ പറയുന്ന സെഗ്രിഗേഷൻ. ഇത് ഇസ്ലാമല്ലേ? അത് ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുരുവട്ടിട്ട് എന്താ കാര്യം? ഈ ശത്രുക്കൾ നമ്മൾ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. അതിപ്പോ പച്ച ഷർട്ട് ഇട്ടായാലും ശരി, മീശല്ലാതെ താടി വെച്ചിട്ട് പറഞ്ഞാലും ശരി, അത് ഇസ്ലാം തന്നെയാണ്. എങ്ങനെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. ആ ചങ്ങായിയോട് ഉണ്ടാതിരിക്കാൻ പറയും. വിശ്വത്തിന്റെ പ്രതിനിധി മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള ലഹരി വിരുദ്ധമായ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ വേണ്ടിയിരിക്കെ. ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഉരുളലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടക്കില്ല. ഇത് മതമാണ് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാമാണ് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കടി മാറുന്നില്ലല്ലോ. അത് ഈ ജമ്മത്ത് മാറും തോന്നണില്ല. Bing bing